+2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഡിസൈനിങ്ങിൽ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട് എങ്കിൽ ഒപ്പം ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഡ്രോയിങ് സ്കിൽ, വിഷ്വലൈസേഷൻ സ്കിൽ, ഒബ്സർവേഷൻ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ തുടങ്ങിയ ഒരു പിടി കഴിവുകളും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുവാൻ പറ്റിയ ഏറ്റവും മികച്ച മേഖലകളിൽ ഒന്നാണ് ഡിസൈനിങ് എന്നുള്ളത്. ഡിസൈനിങ് മേഖല എന്നത് കേവലം ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല. ഗ്രാഫിക് ഡിസൈനിങ്, പ്രൊഡക്റ്റ് ഡിസൈനിങ്, ഇന്റർഫേസ് ഡിസൈനിങ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, ടെക്സ്റ്റൈൽസ് ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, വെഹിക്കിൾ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, ഓർണമെൻറ്റ് ഡിസൈനിങ്, ആക്സസറീസ് ഡിസൈനിങ്, ഫുഡ്വെയർ ഡിസൈനിങ് ഉൾപ്പെടെ വിവിധ സ്പെഷ്യലൈസേഷനുകളോട് കൂടി ഡിസൈൻ പഠനം ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. മികച്ച ഡിസൈൻ പഠനത്തിന് ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് അഥവാ NIDകൾ. ഓഫ് ക്യാമ്പസുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ 7 ഇടങ്ങളിൽ NIDകൾ ഉണ്ട് എങ്കിലും 5 ഇടങ്ങളിൽ മാത്രമാണ് +2 ശേഷമുള്ള 4 വർഷത്തെ ബിരുദ കോഴ്സ് ബാച്ചിലർ ഓഫ് ഡിസൈൻ BDIS കോഴ്സുകൾക്ക് പഠന സൗകര്യമുള്ളൂ. അഹമ്മദാബാദിലെ പ്രധാന ക്യാമ്പസുകളിൽ ഉൾപ്പെടെ 5 ഇടങ്ങളിലായി 425ഓളം സീറ്റുകളാണ് 4 വർഷത്തെ BDIS കോഴ്സുകൾക്ക് ഉള്ളത്. അടുത്ത അധ്യയന വർഷത്തിലേക്ക്, അതായത് 2025-26 അധ്യയന വർഷത്തിലേക്ക് അഡ്മിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷയ്ക്ക് എൻട്രൻസ് എക്സാമിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് DAT വഴിയാണ് ഇപ്പറഞ്ഞ NIDകളിൽ BDIS കോഴ്സുകൾക്ക് പ്രവേശനം ലഭ്യമാകുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ്, പ്രിലിംസ്, മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് DAT എക്സാം നടത്തുന്നത്. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ സയൻസ് ആയിക്കൊള്ളട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കൊള്ളട്ടെ, കൊമേഴ്സ് ആയിക്കൊള്ളട്ടെ, +2 പഠനം പൂർത്തിയാക്കിയ അല്ലെങ്കിൽ നിലവിൽ ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന, അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൊതുപരീക്ഷയെ നേരിടുന്ന +2 വിദ്യാർത്ഥികൾക്കും DAT എക്സാമിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ്സിൻ്റെ പഠനത്തിന് ശേഷം 3 വർഷത്തെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കും DAT എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡിസംബർ 3-ാം തീയതിയാണ് ഓൺലൈനായി DAT എക്സാമിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 3000 രൂപയാണ് പരീക്ഷാ ഇനത്തിൽ ഈടാക്കുന്നത്. അടുത്ത വർഷത്തിൻ്റെ ആദ്യം, അതായത് ജനുവരി 5-നാണ് കൊച്ചിയും തിരുവനന്തപുരവും അടക്കം ഇന്ത്യയിലെ 22ഓളം സിറ്റികളിൽ DAT എക്സാമിൻ്റെ പ്രിലിംസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പ്രിലിംസ് എക്സാം വിജയിക്കുന്നവർക്ക് മാത്രമാണ് അടുത്ത വർഷത്തിലെ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ നടക്കാൻ സാധ്യതയുള്ള മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്റ്റുഡിയോ ടെസ്റ്റുകൾ ഉൾപ്പെടെ വിവിധ ഫോർമാറ്റുകളിലാണ് സാധാരണ മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 40% വെയിറ്റേജ് പ്രിലിംസിൻ്റെ മാർക്കിനും 60% വെയിറ്റേജ് മെയിൻസിൻ്റെ മാർക്കിനും നൽകിക്കൊണ്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാറ്റ, ഇൻഫോസിസ്, വിപ്രോ, ഗൂഗിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, റെയ്മണ്ട്, സൊമാറ്റോ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, BMW, ഫോർഡ്, ബാറ്റ, ഡിസ്നി, ടൈറ്റാൻ, ഗോദ്രേജ്, പെൻഡഗ്രാം ഇങ്ങനെ നിരവധി എംപ്ലോയീസ് വഴി NIDയിൽ തൊഴിൽ സാധ്യതകൾ കൂടുതലാണ് എങ്കിലും പഠന ചിലവിലേക്കായി നമ്മൾ നല്ലൊരു തുക ചിലവഴിക്കേണ്ടി വരും. ഉദാഹരണത്തിന് അഹമ്മദാബാദ് ക്യാമ്പസിലെ 4 വർഷത്തെ BDIS കോഴ്സിന് ഓരോ വർഷവും ഫീസ് ഇനത്തിൽ മാത്രം നമ്മൾ 4.25 ലക്ഷത്തോളം രൂപ അടയ്ക്കേണ്ടതുണ്ട്. DAT എക്സാമിനെ കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചുമൊക്കെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് admissions.nid.edu എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കരിയർ സംബന്ധമായ മറ്റ് സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.